മീൻ കട്ട് ചെയ്യൽ നിങ്ങൾക്കൊരു വലിയ പ്രശ്നമാണോ? ചെറിയൊരു കത്രി ഉപയോഗിച്ച് എത്ര വലിയ മീനായാലും വളരെ ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാം? നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്ക്. നമ്മളിന്നിവിടെ ചെറിയ 3 ചൂരയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ചൂര വെട്ടാൻ വളരെ ഈസിയാണ്. മറ്റ് മീനുകൾക്കൊക്കെ ആകുമ്പോൾ ചെതുമ്പലൊക്കെ ഉണ്ടല്ലോ, ചൂരയ്ക്ക് ചെതുമ്പലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൂര കുറച്ചുകൂടെ ഈസിയാണ്. പലരും മീൻ വെട്ടാനായിട്ടൊക്കെ കുറച്ചധികം പാത്രങ്ങളും വെള്ളവും പിന്നെ കുറേ കട്ടിംഗ് ബോർഡും കത്തികളും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് ഈ നിൽക്കുന്ന സ്ഥലം മുഴുവനും വൃത്തികേടാക്കി കൈയും ദേഹവും ഒക്കെ വാടയെടുത്ത് അങ്ങനെയൊക്കെയാണ് കാണാറ്. ചിലർ വളരെ സിമ്പിളായിട്ട് വെട്ടി അവരുടെ കയ്യിൽ അഴുക്കൊന്നും പറ്റാണ്ട് വേഗം വെട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തോനെ പാത്രങ്ങളോ കത്തികളോ ഒന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ മുകൾ ഭാഗത്തോട്ടൊന്നും അഴുക്കൊന്നും പറ്റുന്നില്ല. കയ്യിൽ കുറച്ച് പറ്റും, അത് സ്വാഭാവികം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചരുവാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ ഒരു പാത്രത്തിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കണം. പ്രത്യേകിച്ച് മീനിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കഴുകിയാലും പോവുകയില്ല. ഞാനിവിടെ നമ്മൾ കളയാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് അഴുക്ക് പറ്റത്തുമില്ല. ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ നിന്നോളും എല്ലാ വേസ്റ്റും. അത് പിന്നെ നമ്മൾ ചുരുട്ടി അങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ തലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇത് തെറിക്കാതിരിക്കാൻ വേണ്ടി വളരെ പതുക്കെയൊക്കെ ഒന്ന് ചെയ്യണം. ബാക്കിയൊക്കെ സ്പീഡിന് ചെയ്തിട്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള ബ്ലഡൊക്കെ ഇങ്ങനെ ചീറ്റി തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ മീൻ വെട്ടുന്ന സ്ഥലം മൊത്തവും നമുക്ക് നടന്ന് വൃത്തിയാക്കേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ സിങ്കിൽ ഈ കഴുകുന്ന വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അടുക്കളയിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് ഡോറ് തുറക്കുമ്പോഴേ അറിയാം ഇന്നിവിടെ മീൻ ഭയങ്കരമായിട്ട് വെട്ടിയിട്ടുണ്ട്, വളരെ വാടയാണ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിനൊരു പോംവഴിയെന്ന് വെച്ചാൽ ആ വെള്ളം നമുക്ക് ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്താൽ മതി. ക്ലോസറ്റിൽ ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ വേസ്റ്റ് കൂടെ അതിനകത്ത് പോവരുത് കേട്ടോ. വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ക്ലോസറ്റിൽ ഒഴിക്കുമ്പോഴും എല്ലായിടമൊന്നും തെറിച്ച് വൃത്തിയേടാകാണ്ട് വളരെ ശ്രദ്ധിച്ചൊഴിച്ചില്ലെങ്കിൽ അവിടെയും നമുക്ക് കഴുവേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ കൈയിൻ്റെ വാട പോകാനായിട്ടും അടുക്കളയിൽ ഈ ടാപ്പിൻ്റെ അവിടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അത് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ വടക്കംപുളിയൊക്കെ എടുത്ത് ആദ്യമേ 1-2 തവണ കഴുകിയിട്ടൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. ആ കഴുകുന്ന വെള്ളം നമ്മുടെ കയ്യിലും ഈ ടാപ്പിലും ഒക്കെ ഒന്ന് ഒഴിച്ചാലുണ്ടല്ലോ ആ വാട അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഞാനേ ഇവിടെ 3 മീനും വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു മീൻ വെട്ടുന്നത് മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ തലയും മുള്ളും വേറെയാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ മാംസം ഭാഗം വേറെയും എടുത്തു. അങ്ങനെ 2ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം ഈ മുള്ളും തലയും കൂടെ മാത്രം കറി വെച്ചാൽ അത് വേറൊരു ടേസ്റ്റാണ്. മാംസഭാഗങ്ങൾ നമുക്ക് വറക്കുകയും കറി വയ്ക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. അത് കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേറെ ആയിട്ട് ഇങ്ങനെ എടുത്തത്. ചിലർക്ക് പറയുന്നേക്കാം ഒത്തിരി നേരം മീൻ വെട്ടാനായിട്ട് ഉപയോഗിച്ചു, സമയം പോയി എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ സ്പീഡിന് ചെയ്യുക. വളരെ പതുക്കെയൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ മീൻ വെട്ടലും പരിപാടിയൊക്കെ അവസാനിച്ചു. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.